അടുത്ത പ്രോഡക്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സെക്കൻഡ് റേഞ്ച്, ദാറ്റ് ഈസ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന്റെ റേഞ്ചാണ്, ഒരു പ്രൊഡക്റ്റാണ്. നമ്മൾ ഗ്രോയിങ് കുട്ടികൾക്ക് വേണ്ട ഒരു രണ്ട് കാര്യങ്ങൾ എന്താണെങ്കിൽ, ഒന്ന് വൈറസിന്റെ അഗേൻസ്റ്റ് പ്രൊട്ടക്ഷൻ, രണ്ടാമത്തെ നല്ല അപ്പറ്റൈറ്റ്, അതായത് അവർ കഴിക്കുന്ന ഭക്ഷണം അവർക്ക് ഡൈജസ്റ്റ് ആകുക. അതിനുവേണ്ടി നമ്മുടെ ഈ പ്രൊഡക്റ്റ് വളരെ ഉപയോഗമുള്ള ഒരു പ്രൊഡക്റ്റാണ്. ലിവർ, അതിന് ഹിന്ദിയിൽ അവർ ജിഗർ എന്നും പറയും. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓർഗനാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. കാരണം ലിവർ കാരണം കൊണ്ടാണ് നമ്മുടെ കഴിക്കുന്ന എല്ലാ ഫുഡിന്റെയും ന്യൂട്രീഷണൽ വാല്യൂ നമുക്ക് കിട്ടുന്നത്. പ്ലസ് നമ്മുടെ ബോഡീനെ ഡീടോക്സിഫൈ ചെയ്യാനും അതിന്റെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഏറ്റവും കൂടുതൽ യൂസ് ആവുന്ന ഒരു ഓർഗനാണ് നമ്മുടെ ലിവർ. പിന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന എനർജി, അതായത് നമ്മുടെ ഗ്ലൂക്കോസ് റെഗുലേറ്റ് ചെയ്യുകയും അതിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു വലിയ ഒരു കാര്യമാണ് നമ്മുടെ ലിവർ ചെയ്യുന്നത്. അതിന്റെ കൂടെ വിറ്റാമിൻസ് ആൻഡ് മിനറലിന്റെയും സ്റ്റോറേജ് ചെയ്യുന്നതും നമ്മുടെ ലിവറാണ്. എസ്പെഷ്യലി നമ്മുടെ ന്യൂട്രിയൻസ് ലൈക്ക് അയൺ, പിന്നെ വിറ്റാമിൻ എ ആൻഡ് വിറ്റാമിൻ ഡി. പ്രിവെൻഷൻ ഓഫ് ലോങ് ടേം ഹെൽത്ത് ഇഷ്യൂ, അതായത് ശരീരത്തിലുണ്ടാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്, ഫാറ്റി ലിവർ, ഡയബറ്റീസ്, ഒബിസിറ്റി, ഇതെല്ലാത്തിനെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. ഇൻഫന്റിന് എന്തുകൊണ്ടാണ് ചെറിയ കുട്ടികൾക്കും ഈ ഹെപ്പറ്റൈറ്റിസ് വരുന്നത്, അതായത് മഞ്ഞപ്പിത്തം വരുന്നത്? ബേസിക്കലി എക്സ്പോഷർ, അതായത് മൺസൂൺ, മഴക്കാലത്ത് അല്ലെങ്കിൽ വെതർ ചേഞ്ച് ആകുമ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു വൈറസാണ് ഹെപ്പറ്റൈറ്റിസ് ഇ, പ്രോബ്ലമാണ് ഹെപ്പറ്റൈറ്റിസ് ഇ. പിന്നെ ഇൻഫെക്റ്റഡ് കുട്ടികളുടെ വേറെ കുട്ടികൾ തൊടുമ്പോഴും ഇൻടേക്ക് അൺക്ലീൻ ഫുഡ് അല്ലെങ്കിൽ അൺക്ലീൻ വെള്ളത്തിന് നമ്മൾ കഴിക്കും. ഇതാണ് നമ്മുടെ കൂടുതൽ ചാൻസ് ഈ കുട്ടികൾക്ക് ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് മഞ്ഞപ്പിത്തം. എന്തുകൊണ്ടാണ് ഇപ്പോ കുട്ടികൾക്ക് വളരെ കുറച്ച് എപ്പറ്റൈറ്റ് ഉണ്ടാവുന്നത്, അതായത് വിശക്കാത്ത ഒരു വർഷം? അത് ബേസിക്കലി വൈറൽ ഇൻഫെക്ഷൻസ്. ചില വൈറസ് ലിവറിന്റെ ഫങ്ഷനും ഹാമ്പർ ചെയ്യാറുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ഇ. ഇത് നമ്മുടെ വിശപ്പ് കുറയ്ക്കുക, വീക്ക് ലിവറിന്റെ ഫങ്ഷൻ, വളരെ പുവർ ഡൈജഷൻ, അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡൊന്നും ഡൈജസ്റ്റ് ആവാത്ത ഒരു അവസ്ഥ വരുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മുടെ ശരീരത്തിലുള്ള ന്യൂട്രിയൻസിനെ അത് ശരിക്കായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത, പ്രോസസ്സിങ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇത്. അതുകൊണ്ടാണ് പുവർ ഹെപ്പറ്റൈറ്റ് ഉണ്ടെങ്കിൽ കുട്ടികളുടെ വളർച്ചയും കുറഞ്ഞു പോകുന്നത്. അപ്പൊ അതിനു വേണ്ടി ഒരു സൊല്യൂഷനാണ് ടു മേജർ പ്രോബ്ലം, ദാറ്റ് ഇസ് പുവർ അപ്പറ്റൈറ്റ്, വിശപ്പില്ലാത്തതും പ്ലസ് വൈറൽ ഇൻഫെക്ഷന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പുതിയ പ്രൊഡക്റ്റ് എലിമെന്റ് വെൽനസിന്റെ ആയുവീർ. ആയുവീറിന്റെ ഈ പ്രൊഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് കാണുന്ന എന്താണ് കാണിക്കുന്നത്, കുട്ടികൾ വെള്ളം ശരിക്കും കുടിക്കാറില്ല, ഫുഡ് ഹാബിറ്റ്സ് ശരിയല്ല. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നോക്കുകയാണെങ്കിൽ റേവൻ ചീനി ആൻഡ് 15 വേറെ ഹെർബ്സും അതിൽ കൂടെയുണ്ട്. സ്പെഷ്യൽ ഡ്രോപ്സ് ഫോർ ലിവർ ആൻഡ് ലിവർ ഫങ്ഷൻ ഓഫ് ദ ചൈൽഡ്. ഇതില് കുറെ നമ്മുടെ ആയുർവേദിന്റെ ഉള്ള പ്രോഡക്ട്സിൽ കുറെ പുനർനർവയുണ്ട്, ഗിലോയുണ്ട്, ഹരിതക്കി, പിത്തുപ്പുറ, പപ്പറ, ഓക്കെ, അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ബേസിക്കലി നമ്മുടെ പഴയ എലിമെന്റ്സിന്റെ റേഞ്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ കുറെ ഡോക്ടർ സാബുകളുള്ള കാരണം കൊണ്ട് നമുക്കറിയാം കുറെ എന്താ പറയാ ഇൻഗ്രീഡിയൻസ് പ്രോപ്പറായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനനുസരിച്ച് പിന്നെ കുറെ ഡാറ്റ പബ്ലിസിറ്റി ചെയ്തിട്ടുണ്ട്. അതേപോലെ റേവൻ ചീനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റാർ ഹെർബ്, ഇതിനെ പറ്റിയിട്ട് കുറെ സ്റ്റഡീസ് ഉണ്ട്. ഇവിടെ നമ്മൾ 5 സ്റ്റഡീസ് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുമാതിരി കുറെ സ്റ്റഡീസ് ഉണ്ട് വിച്ച് ഈസ് പ്രൂവിങ് ദാറ്റ് റേവൻ ചീനി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഡക്ട്സ്. പിന്നെ അവര് 56 ഹെർബ്സ് ലിവറിന് വേണ്ടി അതിന് റെലവൻസ് ആൻഡ് അവൈലബിലിറ്റി വേണ്ടിയിട്ട് സ്റ്റഡീസ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റഡീസിൽ കണ്ടത് എന്താണെങ്കിൽ മെയിൻ ഹെർബ്സ് ആൻഡ് അഡീഷണൽ ഹെർബ്സ് കൂടി മിക്സ് ചെയ്തിട്ട് ഒരു എന്താ പറയാ ഡക്കിന്റെ കുട്ടികൾ, അതായത് താറാവിന്റെ കുഞ്ഞിന്റെ, അത് മുട്ട അവസ്ഥയിൽ അതിനെ ഇഞ്ചെക്ട് ചെയ്തിട്ട് അതിന്റെ ഫുഡ് എക്സ്ട്രാക്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അത് വളർന്നപ്പോൾ അത് പുറത്തേക്ക് വന്നപ്പോൾ അതിലും ഹെപ്പറ്റൈറ്റിസിന്റെ രോഗമുണ്ടായിരുന്നു. അതുമാതിരി തന്നെ ഡീറ്റെയിൽ കുറെ ഹ്യൂമൻ സ്റ്റഡീസും നടത്തിയിട്ടുണ്ട്. അതിലല്ലാതെ ഇത് നല്ല എഫക്റ്റീവ് ആണെന്നുള്ള പ്രൂഫ് ഓൾറെഡി ഉണ്ട്.
ഡോസേജ് പറഞ്ഞ ഡോക്ടർ സാഹിബ് ബിലോ 24 months 5 to 10 ഡ്രോപ്സ് ആണ് ട്വൈസ് എ ഡേ നമ്മൾ കൊടുക്കണം. കുട്ടികൾ 10 ഡ്രോപ്സ് എ ഡേ ഫോർ അബവ് 2 വർഷത്തിന്റെ മുകളിലെ കുട്ടികൾ കൊടുക്കാൻ പറ്റുന്നതാണ് ഡോക്ടർ സാഹിബ് പറഞ്ഞത്.